Okay, English East India Company to Kerala. Captain William Keeling, the representative of the English East India Company, came to Kerala in 1650. He visited and signed a trade agreement with the Zamarin of Kozhikode, and later the company secured the consent to start warehouses at Vidinyam, Talasheri and Anjutheng. Gradually they attained the permission from the Queen of Attingal to build a fort at Anjutheng. Later Anjutheng became an important military center of the British in the western coast. The natives were furious when Anjutheng became a British military base. In 1721, the natives killed about 150 Englishmen who were on their way to hand over gifts to the Queen of Attingal. It is known as the Attingal Revolt. It is considered as the first organized revolt against the British in Kerala. Okay. ഇതെന്താ പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 1615 കേരളത്തിലേക്ക് വന്ന ആളാണ് ക്യാപ്റ്റൻ വില്യം കീലിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, കോഴിക്കോട്ടെ സാമൂതിരിയായിട്ട് ഒരു വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് വിഴിഞ്ഞത്തും അതുപോലെ തലശ്ശേരിയിലും അഞ്ചുതെങ്കിലും അതുപോലെ പാണ്ടികശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. സംഭരണ കേന്ദ്രങ്ങൾ എന്ത് ചെയ്തു, അവർ വെയർ ഹൗസസ് അത് നിർമ്മിക്കാനുള്ള അനുമതി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, അതുപോലെ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇവർക്ക് കിട്ടി. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോവുകയായിരുന്നു 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ ആറ്റിങ്ങൽ റിവോൾട്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ അഥവാ ആറ്റിങ്ങൽ റിവോൾട്ടിനെ കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. അത്രയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത പാര എന്താ പറയുന്നത്? ആസ് പെർ ദ ശ്രീരംഗപട്ടണം ട്രീറ്റി ഓഫ് 1792 ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ മൈസൂർ റൂളേഴ്സ്, Malabar came under British control. In 1792, Kochi Raja accepted British supremacy and was forced to pay tribute. According to the Treaty of 1795, Travancore also admitted the British dominance. In return, the British promised protection to Travancore from its enemies. Thus, the British ruled Malabar directly and Kochi and Travancore indirectly through the subservient Sammada Rajas. In short, whole of the Kerala came under the control of British by the end of the 18th century. എന്താ പറയുന്നത്? ഇപ്പം മൈസൂരിലെ ഭരണാധികാരികളും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം ട്രീറ്റി അഥവാ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതുപോലെ 1792 കൊച്ചി രാജ ബ്രിട്ടീഷ് മേൽക്കോയ്പ് അംഗീകരിച്ച കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18ാം നൂറ്റാണ്ടോടെ
കേരളം പൂർണ്ണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി മാറി. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ഹെഡിങ് എന്താ? ഏർലി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കാല ചെറുത്തുനിൽപ്പുകൾ, അതായത് റെസിസ്റ്റൻസ് അഥവാ ചെറുത്തുനിൽപ്പുകൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫസ്റ്റ് ഏർലി ആദ്യത്തെ നടന്ന കലാപങ്ങളെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, താഴെ എന്താ കൊടുത്തേക്കണേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.